സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കാനഡയിലാണ്. കാനഡയിൽ ആബറ്റ്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ ദിസ് ഈസ് എ ഹൗസ് വെയർ ഐ സ്റ്റേ. ഓക്കെ, ഇവിടെ താമസിക്കുന്ന എൻ്റെ അമ്മയുടെ സിസ്റ്ററും ഹസ്ബൻഡുമാണ്, എൻ്റെ കുഞ്ഞമ്മയും ചിറ്റപ്പനും. ഞാൻ അവരുടെ കൂടെ നിന്നാണ് പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് ഡെയിലി കോളേജിൽ പോകുന്നത്. സോ ടുഡേ ഈസ് മൈ ഫസ്റ്റ് ഡേ ഗോയിങ് ഔട്ട്. അതായത് ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ഇവിടെ അടുത്ത് വരെയൊക്കെ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഡോറ ദി എക്സ്പ്ലോററിനെയൊക്കെ പോലെ മാപ്പൊക്കെ പിടിച്ച് ഗൂഗിൾ മാപ്പൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. സോ ആക്ച്വലി ആബറ്റ്സ്ഫോർഡിൽ സദേൺ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാനഡ ഈസ് വെരി വെരി ഗുഡ് കൺട്രി, ഐ വുഡ് സേ. ഭയങ്കര ഡിസിപ്ലിൻഡ്, ക്ലീൻ, നല്ല രസമാണ് ഇവിടെ. ബട്ട് കീപ്പിംഗ് ദാറ്റ് ഫാക്ട്സ് അസൈഡ്, ഒബ്വിയസ്ലി നമ്മുടെ നാട് പോലെ വരില്ല, എങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നൊക്കെ ഒരു മാറി വേറൊരു കൾച്ചർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ വ്ളോഗിങ് ചെയ്യുന്നത്. സോ എക്സ്ക്യൂസ് മീ ഇഫ് ഐ മേക്ക് എനി മിസ്റ്റേക്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞാൻ നെർവസ് ആയിരുന്നു വ്ളോഗ് എടുക്കാൻ, എങ്കിലും വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, ഇവിടെ നല്ല വെയിലുണ്ട്, ഇപ്പം നല്ല വെയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ്സൊക്കെ ഇട്ടൊരു കത്തി വേഷത്തിൽ ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഞാനിപ്പോൾ പോകുന്നത് ടിം ഹോട്ടൻസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കാനഡയിലെ ഒരു കഫേ പോലത്തെ സ്ഥലമാണ്, ഫ്രഞ്ച് വാനില കുടിക്കാൻ. സോ ബേസിക്കലി ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഗോയിങ് എലോൺ. സോ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട്, എങ്കിലും നമുക്ക് നോക്കാം. ഞാൻ ഓൺ ദ വേ ആണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്ഥലം എത്തും. നമുക്കിനി സ്ഥലം എത്തിയിട്ട് കാണാം. ടിം ഹോട്ടൻസ്. സോ ലൊക്കേഷൻ എത്തി. ഇതാണ് ഇത് ആക്ച്വലി ഇവിടുത്തെ പെട്രോൾ പമ്പിനടുത്തുള്ള ചെറിയൊരു ടിം ഹോട്ടൻസ് ആണ്. സോ ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു. ഷോ യു. ദിസ് ഈസ് ഫ്രഞ്ച് വാനില. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട സാധനമാണ്. കുറേ ഓക്കെ, സോ ഞാനിവിടെ ബ്ലൂ ജേ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ടിം ഹോട്ടൻസിൽ നിന്ന് ഞാൻ ഫ്രഞ്ച് വാനില വാങ്ങിച്ചിട്ട് ഒരു ബിസി ഹൈവേ ക്രോസ് ചെയ്ത് ഇവിടെ ഒരു ഷെയറിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. സോ ബേസിക്കലി ഭയങ്കര നല്ല ഒരു പുതിയ എക്സ്പീരിയൻസ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ പോകാൻ പറ്റുമെങ്കിലും this is something new. We are talking with new people. പുതിയ ആൾക്കാരുടെ കൾച്ചർ, അവരുടെ ഒരു സ്ലാങ്, ആക്സെൻ്റ് എല്ലാം ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇവിടുത്തെ റോഡ് ക്രോസ് ചെയ്യുന്ന പോലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ബേസിക്കലി പീപ്പിൾ ദേ ഡോണ്ട് കെയർ വാട്ട് യു ഡു. സോ എനിക്കിവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്ന എനിക്ക് നാട്ടിലെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പീപ്പിൾ ഡു, ആൾക്കാർ ചെയ്യുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ, കോമൺ ആണ്. എങ്കിൽ പോലും ഒരു ചമ്മലൊന്നും ഇല്ലാതെ ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ ഇവിടെ മാത്രമേ പറ്റുള്ളൂ. ആർക്കും നമ്മളറിയില്ലല്ലോ. നല്ല വെയിലുണ്ട്. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒന്ന് വയ്ക്കുകയാണ്, തെറ്റിദ്ധരിക്കരുത്, ജാടയല്ല. ഓക്കെ, സോ ഇത് നല്ലൊരു ഏരിയ ആണ്. ഇവിടെ കുറേ കടയുണ്ട്. ഞാനിനി അടുത്ത പോകുന്ന മെക്ഡൊണാൾഡ്സിലോട്ടാണ്. ഓഫ് കോഴ്സ് എക്സ്പെൻസീവ് ആണ് ഈ കൺട്രി. എവറിത്തിങ് ഈസ് എക്സ്പെൻസീവ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ക്യാൻ ഗെറ്റ് എനിത്തിങ് വെരി ഈസിലി. നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന സാധനങ്ങൾക്ക് പോലും ഭയങ്കര പൈസയാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൺവേർഷൻ നോക്കുമ്പം അങ്ങനെ തോന്നും. കൺവേർട്ട് ചെയ്യാതെ പറ്റില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ചിലവാക്കാതിരിക്കാനും പറ്റില്ല. ദർ ആർ തിങ്സ്. പിന്നെ ഞാനിവിടെ ട്രിനിറ്റി വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ കിട്ടിയത്. സോ കമ്പയർഡ് ടു എ ലോട്ട് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഞാൻ കുറച്ച് ലക്കിയാണ്, പ്രിവിലേജ്ഡ് ആണ്. ബിക്കോസ് എനിക്ക് അക്കോമഡേഷൻ, ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടെൻഷനില്ല. ഞാൻ കുഞ്ഞമ്മയുടെ കൂടെ നിൽക്കുന്നത് കാരണം അങ്ങനത്തെ ടെൻഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് എൻ്റെ ട്യൂഷൻ ഫീ ആൻഡ് അല്ലറ ചില്ലറ ഓഫ് കോഴ്സ് നമ്മളത് GIC എമൗണ്ട് നമ്മളത് ഇടുന്നുണ്ട്. അങ്ങനത്തെ ചിലവ് മാത്രം നോക്കിയാൽ മതി. സോ ഐ ക്യാൻ ആക്ച്വലി എൻജോയ് എ ലിറ്റിൽ ബിറ്റ്, സ്റ്റഡി ഹാർഡ് ആൻഡ് ലിവ് ലൈഫ് ഹിയർ. ഓക്കെ, നമുക്ക് മെക്ഡി പോയിട്ട് കാണാം. ഞാൻ കുറേ നേരമായിട്ട് മെക്ഡി എന്ന് പറയുന്നു. നമുക്ക് അവിടെ പോയിട്ട് കാണാം.
നേരത്തെ ഞാൻ കാണിച്ച ആ ട്രാഫിക് സിഗ്നലാണ് ഇവിടുത്തെ ഒരു രീതി. നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ടൊരു പോസ്റ്റ് പോലത്തെ സംഭവത്തിൽ ഒരു സ്വിച്ച് കാണും. അതിൽ പ്രസ് ചെയ്യുക ആൻഡ് വെയിറ്റ് ഫോർ ദ ഗ്രീൻ ലൈറ്റ് ഫോർ ക്രോസ്. നമുക്കവിടെ ഒരു ഗ്രീൻ ലൈറ്റ് വന്നിട്ട് ഒരാൾ നടക്കുന്ന സിമ്പൽ വരുമ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. അതുവരെ വി ഹാവ് ടു വെയിറ്റ് ദർ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ട്രാഫിക് വെയിറ്റിംഗ്. ദെൻ ഞാനിപ്പോൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പ് ഇട്ടാണ് നടക്കുന്നത്. ആക്ച്വലി എനിക്ക് വഴി ഓർമ്മയുണ്ട് വന്നത്, ബട്ട് ഐ തിങ്ക് ഞാൻ ഏതോ ഒരു ഓഫ് റോഡാണ് എടുത്തത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഐ തിങ്ക് വേറൊരു റോഡ് വഴിയൊക്കെ വരാം. പക്ഷേ ഐ ഫൗണ്ട് ദിസ് വെരി ഈസി. അറിയില്ല, എന്തായാലും നോക്കാം. അപ്പോൾ ടുഡേ വാസ് എ ഗുഡ് ഡേ. ആക്ച്വലി ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു ആദ്യം ഇറങ്ങിയപ്പം. കടയിലൊക്കെ പോയിട്ട് എങ്ങനെ സംസാരിക്കും നമുക്കറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ഒറ്റയ്ക്ക് പോകുന്നത്. സോ ആദ്യം ടിം ഹോട്ടൻസ് ഓട്ടോ കോപ്പിൽ പോയി അവിടെ നിന്ന് കുറച്ച് കുർക്കുറേ, കിറ്റ്കറ്റ്, ദെൻ ഫ്രഞ്ച് വാനില എല്ലാം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നേരെ മെഗ്ഡിന്ന് പിന്നെ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ആൻഡ് യാ. സോ വെരി മച്ച് ഗുഡ്. നമുക്കിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ ഒന്നും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. എപ്പോൾ വേണോ നമുക്ക് ഇറങ്ങി നടക്കാം. വ്ളോഗൊക്കെ എടുക്കാൻ പറ്റിയൊരു ഇതാണ്. ബിക്കോസ് നോബഡി കെയർസ് വാട്ട് യു ആർ ഡൂയിങ്. നമുക്ക് ചുമ്മാ സംസാരിച്ചുകൊണ്ടൊക്കെ നടന്നാലും കൊച്ചിന് വട്ടാണോ എന്ന് ചിന്തിക്കുന്നവർ കാണും. പക്ഷേ they don't care. You can do whatever you want unless you are not disturbing us. സോ ചിലരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു സംസാരിച്ചപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് ഫൺ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം എനിക്കൊരു ചമ്മലുണ്ട്. ബട്ട് ഇനി എന്ത് ചമ്മൽ. ഓക്കെ, അപ്പോൾ ഞാൻ വീട് എത്തുമ്പോൾ നമുക്കിനി കാണാം. ഓക്കെ, ഇതിവിടുത്തെ ഒരു പാർക്കാണ്. വെരി ബ്യൂട്ടിഫുൾ പാർക്ക്. കാണിച്ചു തരാം. സോ വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. ആ പൂക്കളൊക്കെ കാണുന്നതാണ് വീട്. ആക്ച്വലി ഞാൻ വീടിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയായിരുന്നു ഇനി തെറ്റി പോകാതിരിക്കാൻ. ബട്ട് ഹേ, ദിസ് ഇസ് ക്വൈറ്റ് ഈസി. കുഴപ്പമില്ല. Okay, so thanks for watching my vlog. Like, share and subscribe if you like my video. Okay, bye.